ആൺപിള്ളേർക്ക് പൊതുവെ പെൺകുട്ടികളോട് താല്പര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ. എനിക്കറിയില്ല എന്താ വേണ്ടത് ഉണ്ണിയേട്ടന്. എന്റെ ക്യൂരിയോസിറ്റി ഏട്ടൻ, എനിക്ക് കുഞ്ഞ് എന്താണെങ്കിലും കുഴപ്പമില്ല, ഫസ്റ്റ് ബേബിയാണ്. പക്ഷെ ഏട്ടൻ എന്താ വേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ പിറകെ ഞാൻ വിടാണ്ട് പിടിച്ചോണ്ടിരിക്കും. ഞാൻ എന്നിട്ട് പറയും സ്കാനിങ്ങില്, ഞാൻ സ്കാൻ ചെയ്യുന്ന സമയത്ത് കണ്ടു, നമുക്ക് അവര് പറഞ്ഞൊന്നും തരില്ലല്ലോ. ഇവിടെ നമുക്ക് ഇവിടെ നമുക്കത് അറിയാൻ ഒരു വഴിയില്ല. ഞാൻ വെറുതെ ഉണ്ണിയേട്ടനോട് പറയും, സ്കാനിങ്ങിന്റെ സമയത്ത് ഞാൻ നോക്കിയപ്പം എനിക്ക് ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ട് ബേബി ഏതാണ്, ആണാണോ പെണ്ണാണോ എന്നുള്ളത് പറയണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്കറിയണ്ട, എന്നോട് പറയണ്ട, എനിക്കത് സർപ്രൈസ് ആയിട്ട് പറഞ്ഞാൽ മതി. ആ മൊമെന്റില്, അതായത് ലേബർ റൂമിൽ നിന്ന് അപ്പം അല്ലെങ്കിൽ ഇന്ന കുട്ടി എന്ന് പറയുമ്പം കിട്ടുന്ന ആ ഒരു ഫീൽ എനിക്ക് മിസ് ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് ആ സമയത്ത് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാനത് ആലോചിച്ചപ്പോഴും ശരി, അത് നല്ലൊരു ഐഡിയ അല്ലേ, സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. പിന്നെ ഞാനും അതിന്റെ പിന്നാലെ, എനിക്കും അറിയണമെന്നില്ല എന്ത് കുഞ്ഞാണ്. രണ്ടുപേർക്കും ഉള്ളിലൊരാഗ്രഹം ഉണ്ടാവില്ല എന്തായാലും. ഇപ്പം വേറൊരാളുടെ കുട്ടീനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഒക്കെയുള്ള ഇതേപോലെ ഒരു മോളെ എനിക്കുണ്ടായിരുന്നെങ്കിൽ തോന്നും, അല്ലെങ്കിൽ ആൺകുട്ടിയെ കാണുമ്പോൾ ഇതുപോലെ ഒരു കുർബനായിട്ടുള്ള മോനെ എനിക്കുണ്ടായിരുന്നെങ്കിലും ചിന്തിക്കില്ലേ? അങ്ങനെ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഇന്ന കുട്ടി വേണമെന്ന് ഒന്നുമില്ല എന്റെ മനസ്സിൽ. പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ അറിയാനൊരു ശ്രമമൊക്കെ അവര് ഈ തരുന്ന റിപ്പോർട്ട് ഉണ്ടല്ലോ, മറ്റേ ഫോട്ടോ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ ChatGPT-യിലൊക്കെ ഇട്ടിട്ട് ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ മറുപടി തന്നു. ഇല്ലാന്ന് പറഞ്ഞു. കണ്ടിട്ടൊന്നും അവർക്ക് മനസ്സിലാവാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു ശ്രമം ഞാൻ ChatGPT-ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ മറ്റേ മൂമെന്റ്സ് വെച്ചിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെ വിത്തല്ലേ. അതിപ്പോ ചിലര് എന്റെ അടുത്ത് വന്നിട്ട് പറയും വയറ് കണ്ടിട്ട് കുട്ടിയായിരിക്കും, ബോയ് ആണോ ഗേളാണോ. അല്ലെങ്കിൽ ചിലർ പറയും സൗന്ദര്യം പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, സൗന്ദര്യം കൂടിയിട്ടുണ്ടെങ്കിൽ ഇന്ന കുട്ടിയാണ്. അതിപ്പോ രണ്ട് ഇതും പറയാറുണ്ട്. എന്റെ അടുത്ത് സൗന്ദര്യം പോയതും പറയാറുണ്ട്, കൂടിയെന്നും പറയാറുണ്ട്. പക്ഷെ അതൊക്കെ ഈ പറയുന്ന പോലെ മിത്താണ്. അതൊന്നും എനിക്ക് അറിയില്ല, അങ്ങനെയൊക്കെ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ടോ അതൊരു കാര്യം. പൊതുവെ ആർട്ടിസ്റ്റുകളായിരിക്കുന്ന സ്ത്രീകൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം കല്യാണം കഴിഞ്ഞു എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യപ്പെടും. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയായി കഴിഞ്ഞാൽ പിന്നെ ആ രീതിയിലേക്ക് മാറും. അപ്പം ഈ കരിയർ നോക്കുകയാണെങ്കിൽ ഇനി അഭിനയത്തിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും എൻ്റെ കരിയർ, സിനിമാ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതേപോലെ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് സിനിമകൾ കുറയും, അവസരങ്ങൾ കുറയും, അങ്ങനെ ഒരു ഇതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. കുറെ ആൾക്കാർ, ചില ഡയറക്ടേഴ്സ് പോലും എന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് വിളിക്കുമ്പോൾ ദുർഗ ഇപ്പൊ സിനിമയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. ഞാൻ എന്റെ കരിയർ വേറെയും എന്റെ ലൈഫ് വേറെയാണ്. ഞാൻ ലൈഫിൽ ഞാൻ കല്യാണം കഴിഞ്ഞു തൊട്ട് അതിനകത്ത് കരിയറിൽ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കണേന്നുള്ളത്. ഒരുപക്ഷെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ നല്ല സിനിമകൾ ചെയ്തിട്ടുള്ളത്, കുറച്ചും കൂടി സ്ട്രോങ് ക്യാരക്ടേഴ്സൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പെർഫോമൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള മൂവീസ് ചെയ്തിട്ടുള്ളതൊക്കെ കല്യാണത്തിന് ശേഷമാണ്. എനിക്ക് കൂടുതൽ ഹെൽപ്പായി, കാരണം എൻ്റെ ഭാഗത്തുനിന്ന് കഥ കേൾക്കാൻ അല്ലെങ്കിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ എനിക്കത് കൂടുതൽ എളുപ്പമായി, അല്ലെങ്കിൽ എനിക്ക് സിനിമ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയി അത്. അപ്പം ഇപ്പം ഈ കുഞ്ഞാണെങ്കിലും ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു അമ്മയാവാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ബേബി, ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഒരു സ്ത്രീക്ക് അവളുടെ ഡ്രീമിലേക്കുള്ള ഒരു തടസ്സമാണ് ഈ കുഞ്ഞ് അമ്മ. അതൊക്കെ അവരുടെ, അതെ, മാരേജ് അല്ലെങ്കിൽ അമ്മയാവാൻ പോകുന്നത്, കുട്ടികള്, ഇതൊന്നും അവരുടെ ഡ്രീമിലേക്കുള്ള ഒരിക്കലും അതൊരു തടസ്സമല്ല. അത് അവരുടെ ലൈഫിൽ പോകുന്ന കാര്യങ്ങളാണ്. കരിയർ വേറെ വഴിക്കും ലൈഫ് വേറെ വഴിക്കരുത്, ലൈഫിലുണ്ടാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ബ്ലെസ്സിങ്സ് ആണ്. പക്ഷെ അതൊരിക്കലും കരിയറായിട്ട് രണ്ട് തരത്തിലുള്ള ബ്ലെസ്സിങ്സ് ആണ്. എന്റെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് എന്റെ കരിയറിൽ ഒരിക്കലും അത് എഫക്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇതൊന്നും എൻ്റെ ഡ്രീമിലേക്ക്, എനിക്ക് എത്തിപ്പെടാനുള്ള എൻ്റെ ഡ്രീമിലേക്ക് ഇതൊന്നും ഒരു തടസ്സമല്ല. ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇനിയും മുമ്പോട്ടേക്ക് സിനിമാ കാര്യങ്ങള്, ഓക്കെ ഇനി ഒരു കുഞ്ഞു വന്നു, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഈവൻ തോ ഇപ്പോഴും ഞാൻ സിനിമ ചെയ്യാൻ തയ്യാറാണ്. എൻ്റെ അടുത്ത് ഇപ്പൊ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുള്ള സിനിമകൾ ഈ പറയുന്ന പോലെ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ഒരു തമിഴ് പടം ഉണ്ടായിരുന്നു, മലയാളത്തിലും പടം ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഈ പറയുന്ന പോലെ തമിഴ് പടം ഈ കുറച്ച് ഓട്ടവും കാര്യങ്ങളും, റിവെഞ്ച് സ്റ്റോറിയാ, അത് കുറച്ച് ഓട്ടവും കാര്യങ്ങളും, അതും എനിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ ചെയ്യാൻ വന്നതും അത് ഭയങ്കര ആക്ഷൻസ് ഉള്ളതായിരുന്നു. എനിക്കത് ഒഴിവാക്കല്ലാണ്ട്
വേറെ വഴിയില്ല. അത് ശരിക്കും വേറെ ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്തോ? ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല. ഉണ്ടാവുമായിരിക്കും, ഞാൻ അറിയിച്ചല്ലോ, ബാക്കി ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ ഇനി ഇപ്പം അതല്ലാതെ അതിന് ശേഷം ഞാൻ 5ാം മാസത്തിലാണ് ഞാൻ അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ അത് ആർക്കും അറിയില്ല. പെട്ടെന്ന് ഞാൻ അങ്ങ് ഷട്ട് ഡൗൺ, എന്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഷട്ട് ഡൗൺ ചെയ്തു. അതെ, ഭയങ്കര ഗ്യാപ്പായിരുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത്. അപ്പോ പെട്ടെന്ന് ഞാൻ ഒന്നും എല്ലാം മിണ്ടാതെ ഒതുങ്ങിയിരിക്കരുത്. കാരണം എന്റെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അറിയാൻ പറ്റും ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ളത്. എനിക്ക് പെട്ടെന്നായിരുന്നു എനിക്ക് ഫേസിൽ പോലും എന്റെ ബോഡിയിൽ പോലും ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്. അപ്പൊ ഞാൻ എല്ലാത്തൊന്നും മാറിയിരുന്നു. ഞാൻ ഹോസ്പിറ്റല് ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റൽ, എന്റെ വീട്, ഇത് മാത്രമായിരുന്നു എന്റെ ലോകം ഈ ഒരു 5 മാസം വരെ. ഇപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങി തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സമയത്ത് ഡയറക്ടേഴ്സിന് അറിയില്ലല്ലോ എനിക്കിങ്ങനെ കെയറിങ് ആണെന്നൊക്കെ. അപ്പൊ അവര് വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും ഞാനിങ്ങനെ കെയറിങ് ആണ്, പക്ഷെ എൻ്റെ ഹെൽത്ത് വൈസ് ഞാൻ ഓക്കെയാണ്, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും, നല്ല കോൺഫിഡൻസ് എനിക്കുണ്ട്. അവർക്ക് ഓക്കെ ആവണല്ലോ അങ്ങനെ. പക്ഷെ അവർക്ക് ആ ഒരു റിസ്ക് എടുക്കാനുള്ള അവർക്ക് അതൊരു ടെൻഷനാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ചെയ്യാതെ, അല്ലാതെ ഇപ്പോഴും ഞാൻ ഓക്കെയാണ്. ഞാൻ സിനിമ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോ ചെയ്യാനും ഞാൻ ഓക്കെയാണ്. എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്നെ ഏറ്റവും ഹാപ്പി ആക്കുന്ന, ഇപ്പൊ ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കണം എന്ന് പറയും. തീർച്ചയായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, വർക്കുകളാണ്. പിന്നെ എനിക്ക് സിനിമ, ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം ഇപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ബേബി വന്നു കഴിഞ്ഞാലും ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. ഇപ്പം ഷൈൻ ചേട്ടനും ഒക്കെ ആയിട്ടുള്ള ഒരു അടുപ്പമുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പം പുള്ളിയുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എപ്പോഴെങ്കിലും വിളിച്ചിരുന്നോ, സംസാരിച്ചിരുന്നോ? ഷൈൻ ചേട്ടനെ ഇങ്ങനെ 2-3 ദിവസം മുമ്പ് മെസ്സേജ് ചെയ്തു. ആള് ഡിസ്ചാർജായി വീട്ടിൽ വന്നു, മമ്മിയും ഡിസ്ചാർജ് എന്ന് പറഞ്ഞു, ഓക്കെ വരണു എന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിൽ പോകാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. പക്ഷെ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഞങ്ങൾ വർക്കിന് പോകുന്ന സമയത്ത് ഷൈൻചേട്ടൻ്റെ കൂടെ ഞാൻ എപ്പോഴും മമ്മിയും ഡാഡിയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഷോക്കിങ്, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എനിക്കത് അറിഞ്ഞ ദിവസം. എല്ലാവർക്കും അതൊരു വലിയ ഷോക്കിംഗ്. പിന്നെ ഡാഡി എല്ലാവർക്കും അറിയാം. അതെ അതെ, എല്ലാവർക്കും ഡാഡിയാണ്. ഡാഡി മമ്മിയും എല്ലാവർക്കും അറിയാം. അപ്പം നമ്മള് ഇപ്പം എന്താ പറയാ, ഇവിടെ അല്ലാതെ പുറത്ത് പഞ്ചാബ് പോകുന്ന സമയത്ത്, ഷൈനായിട്ട് അല്ലാതെ ദുബായിലൊക്കെ പോകുന്ന സമയത്ത് ഇവരുണ്ടാവും. എനിക്ക് അങ്ങനെ അറിയാം. അപ്പൊ അത് പെട്ടെന്ന് ആ ന്യൂസ് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എനിക്ക് ഷൈൻ ചേട്ടൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതായിരുന്നു. ആഡി പോയി എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ആദ്യം വന്നിട്ടുള്ളത് ഷൈൻ ചേട്ടൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ആള് കുഴപ്പമില്ല, ആള് ബെറ്റർ ആയി വരുന്നു തോന്നുന്നു. ഞാൻ വിളിച്ചില്ല, ഞാൻ കുറച്ച് ദിവസം മുമ്പ് മെസ്സേജ് ചെയ്തു. അപ്പോൾ ആളിങ്ങനെ ഡിസ്ചാർജ് ആയി, മമ്മി ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞു, ബെറ്റർ ആയി വരുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.